Hello dear students, welcome back to the world of web. വെബ് ടെക്നോളജി എന്ന 4ാമത്തെ ചാപ്റ്ററിലെ 5ാമത്തെ സെഷനിലാണ് നാം ഇപ്പോൾ. വെബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കുറേയേറെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ കവർ ചെയ്തു. ഇന്നു മുതൽ നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് കാണാൻ പോകുന്നത്. വെബ് ഡിസൈനിങ് നടത്താൻ പോകുന്നു. നമ്മൾ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യുന്നു, അതായത് HTML ഡോക്യുമെൻറ്റുകൾ നിർമ്മിക്കാൻ പോകുന്നു. അതിനെയാണല്ലോ വെബ് ബ്രൗസറിലൂടെ കാണുമ്പോൾ വെബ് പേജായിട്ട് മാറുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു ഡോക്യുമെൻ്റാണ്. ബട്ട് ഇറ്റ്സ് നോട്ട് എ വെബ് ഡോക്യുമെൻറ്റ്, ഇറ്റ്സ് നോട്ട് എൻ HTML ഡോക്യുമെൻറ്റ്, ബട്ട് സിംപ്ലി എ വേർഡ് ഡോക്യുമെൻറ്റ്. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ച ലിബ്രെ ഓഫീസിലെ റൈറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു സിമ്പിൾ പേജ്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാം. ഹലോ, വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ്. അത് പ്ലെയിൻ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നു. പോരാത്തതിന് ഒരു അല്പം ഫോർമാറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫോണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലിബറേഷൻ സീരീഫ് എന്നൊരു ഫോണ്ടാണ്. സൈസ് ഞാനിപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ഡിഫോൾട്ട് സൈസ് അല്ല, 24 ആണ് എൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത്. പോരാത്തതിന് അതിൻ്റെ ലെറ്റേഴ്സിന് ബോൾഡ് ഫേസ് കൊടുത്തു. ആ എ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത്രയും ഫോർമാറ്റിംഗ് ആണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പേജിനെ ആർക്ക് വേണമെങ്കിലും കാണാം, പ്രൊവൈഡഡ് അവരുടെ മുന്നിൽ ഈ ഡോക്യുമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ. കിട്ടുമ്പോഴത്തേനും ഇതേ ഫോമാറ്റിൽ തന്നെയായിരിക്കും കാണുക. എങ്ങനെ? ലിബറേഷൻ സീരീഫ് ഫോണ്ടിൽ 24 സൈസുള്ള ബോൾഡായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരിക്കും അവർ കാണുക. ആര് കാണും? ഈ ഡോക്യുമെൻറ്റ് ആർക്കൊക്കെ അവൈലബിൾ ആണോ അവർക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ലോകത്തുള്ള എല്ലാവർക്കും ഈ ഡോക്യുമെൻറ്റ്, ഈ പേജ് ഈ രീതിയിൽ കാണാൻ സാധിക്കത്തില്ല. അതിനെന്താ വേണ്ടേ? അതിനാണല്ലോ വെബ് ഡോക്യുമെൻറ്റുകൾ, HTML ഡോക്യുമെൻറ്റുകൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേജുകളെ, വളരെ ഫോമാറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഇൻ്റർനെറ്റിലൂടെ ലോകത്ത് ഉള്ള ആർക്കും അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയാണ് അതിനെ ഒരു HTML ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഏതെങ്കിലും, നമ്മൾ പറഞ്ഞല്ലോ വെബ് പേജസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവത്തെക്കുറിച്ച് എന്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, ഇൻ്റർനെറ്റിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനാണല്ലോ വെബ് പേജസ് അല്ലെങ്കിൽ വെബ് സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? HTML ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുക. വെബ് പേജസ് ഡിസൈൻ ചെയ്യാൻ ചില സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ആശയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ HTML ആണ് ഉപയോഗിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നിങ്ങൾക്ക് C++ ലാംഗ്വേജ് പരിചയമുണ്ട്. ഹ്യൂമാനിറ്റീസുകാർക്കാണെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ച പൈത്തൺ ലാംഗ്വേജ് പരിചയമുണ്ട്. അതുപോലെ ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുവാനുള്ള ഒരു ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. അതുപയോഗിച്ച് തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റുകളെ HTML ഡോക്യുമെൻ്റ് എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള HTML ഡോക്യുമെൻറ്റുകളെ എപ്പോഴാണോ ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കാണുന്നത് അപ്പോഴാണത് വെബ് പേജായിട്ട് മാറുന്നത്. HTML ഡോക്യുമെൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു എഡിറ്റർ ഉപയോഗിക്കാം. ജീനി എഡിറ്റർ ഉപയോഗിക്കാം, Gedit ഉപയോഗിക്കാം, ടെക്സ്റ്റ് പാഡ് ഉപയോഗിക്കാം, നോട്ട് പാഡ് ഉപയോഗിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് HTML ഡോക്യുമെൻറ്റ്. അതിൽ വെറും ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതിലുള്ള ചില ടെക്സ്റ്റ് എന്ന് പറയുന്നത് ടാഗുകൾ എന്നറിയപ്പെടും. HTML ടാഗുകൾ. അതെന്താണ്? ബ്രൗസറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ടാഗുകൾ. ബ്രൗസറിന് കൊടുക്കുന്ന കമാൻഡ്സ് ആണ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനാണ് HTML ടാഗുകൾ എന്ന് പറയുന്നത്. ഓരോ ടാഗിനും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രൂപഭേദം വരുത്തുകയോ ചെയ്യാൻ വേണ്ടി ടാഗുകളോടൊപ്പം കൊടുക്കുന്ന ചില കീവേഡ്സ് ഉണ്ട്. അതിനെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നു. HTML ടാഗുകളോടൊപ്പം ഉപയോഗിക്കുന്ന ചില കീവേഡ്സ് കൂടുതൽ സ്പെസിഫിക്കേഷൻ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ, ആ ടാഗിൻ്റെ നോർമൽ പ്രവർത്തനത്തിന് അഡീഷണൽ ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള കീവേഡ്സിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പല ആട്രിബ്യൂട്ട്സിനും ചില വാല്യൂസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ വാല്യൂസ് വിൽ ബി ഗിവൺ ബൈ ദി യൂസർ ഡിപ്പെൻഡിങ് അപ്പോൺ ഹിസ് ഓർ ഹർ ഡിസയർ, റൈറ്റ്? പിന്നെയുള്ളത്
ടെക്സ്റ്റ്. അതെന്തുവാ? ഈ വെബ് പേജിൽ ഡിസ്പ്ലേഡ് ആയിട്ട് വരേണ്ട ടെക്സ്റ്റ്, അതാണ് HTML ഡോക്യുമെൻറ്റിലുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള HTML ഡോക്യുമെൻറ്റിനെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ടെക്സ്റ്റ് എല്ലാം ഫോമാറ്റഡ് ടെക്സ്റ്റായിട്ട് മാറുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചു, ലിസ്റ്റിൻ്റെ രൂപത്തിൽ വരുന്നു, ടാബുലാ ഫോമിൽ വരുന്നു, പിന്നെ ഇമേജസ് ആയിട്ട് കാണുന്നു. ഒരിക്കലും HTML ഡോക്യുമെൻറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, എഡിറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന HTML ഡോക്യുമെൻറ്റിൽ ഒരു ഇമേജും പ്ലേസ് ചെയ്യില്ല, ഒരു വീഡിയോ അതിനകത്ത് പ്ലേസ് ചെയ്യില്ല. അതിനകത്ത് ഇമേജിൻ്റെ ഫയൽ നെയിം ആയിരിക്കും കൊടുക്കുക, വീഡിയോയുടെ ഫയൽ നെയിം ആയിരിക്കും കൊടുക്കുക. അത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആക്ച്വൽ ഇമേജ് നമ്മൾ കാണുന്നു, ആക്ച്വൽ വീഡിയോ കാണുന്നു, ഓഡിയോ കാണുന്നു. ഒപ്പം സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഹൈപ്പർ ലിങ്ക്സ്. അതെന്താണത്? ഏതെങ്കിലും ഒരു ടെക്സ്റ്റിലോ ഇമേജിലോ മൗസ് പോയിൻ്റർ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം വെബ്സൈറ്റിൻ്റെ മറ്റേതെങ്കിലും പേജാകാം, സെയിം പേജിൻ്റെ മറ്റേതെങ്കിലും സെക്ഷനാകാം, മറ്റേതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു പേജാകാം. അങ്ങോട്ടേക്കൊക്കെ ഒരു ഷിഫ്റ്റിംഗ് നമ്മുടെ കറണ്ട് വെബ് പേജിൽ നിന്നും, ഇപ്പോൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന വെബ് പേജിൽ നിന്നും മറ്റൊരു വെബ് പേജിലേക്ക് ചാടുവാനുള്ള ഒരു പ്രൊവിഷനാണല്ലോ ഹൈപ്പർ ലിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലിങ്ക്സ് ഉണ്ടാവാം. ഒപ്പം ഫോംസ്, നമ്മൾ സൂചിപ്പിച്ചു ഡൈനാമിക് വെബ് പേജസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, നമുക്ക് ഡേറ്റ അങ്ങോട്ട് കൊടുക്കുവാൻ, അതനുസരിച്ച് ചില ഔട്ട്പുട്ട്സ്, ചില റിസൾട്ട്സ് അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻ തിരിച്ചു കിട്ടുവാൻ, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഫോംസ്. ഇതൊക്കെ ആയിരിക്കും നമ്മളൊരു വെബ് പേജിൽ കാണുക. ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തുന്നത് HTML ഡോക്യുമെൻറ്റിൽ എഡിറ്റർ ഉപയോഗിച്ചിട്ട്. ഒരു എഡിറ്റർ ഉപയോഗിച്ചിട്ട് HTML ഡോക്യുമെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഈ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കും. അതിനെ ആക്ച്വലി കാണുന്നത് അല്ലെങ്കിൽ അതിനെ റിയലൈസ് ചെയ്യപ്പെടുന്നത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ്. സോ ഇതാണ് ഒരു HTML ഡോക്യുമെൻറ്റും വെബ് പേജും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. എഡിറ്ററിൽ കാണുമ്പോൾ അതൊരു HTML ഡോക്യുമെൻ്റായിട്ട് മാറുന്നു, ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു വെബ് പേജായിട്ട് മാറുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ഒരു HTML ഡോക്യുമെൻ്റാണ്. ജീനി എഡിറ്റർ ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ചെറിയ HTML ഡോക്യുമെൻറ്റ്. അത് നോക്കിയോളൂ. അവിടെ ചില ടെക്സ്റ്റ് കളറിലും ചില ചേഞ്ചസ് ഉണ്ട്. ബ്ലൂ കളറിൽ ആംഗിൾ ബ്രാക്കറ്റ്സിനുള്ളിൽ കാണുന്ന ചില വേർഡ്സ് കാണുന്നു. ഫോർ എക്സാമ്പിൾ HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി. HTML തന്നെ 2 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു. അതുപോലെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തുടങ്ങിയെടുത്ത് HTML എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് അവസാനിക്കുന്നിടത്ത് /HTML എന്ന് കാണുന്നു. അപ്പോൾ HTML ഒരു പെയറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു സ്ലാഷ് വന്നിരിക്കുന്നു. അതിൽ ആദ്യം അപ്പിയർ ചെയ്യുന്നതിനെ ഓപ്പണിംഗ് ടാഗ് എന്ന് പറയാം, അതിൻ്റെ ക്ലോസിംഗ് ടാഗാണ് /HTML എന്ന് വേണമെങ്കിൽ പറയാം. ഹെഡ്, അതും ഒരു പെയറായിട്ടാണ് കാണുന്നത്, ഒരു ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. ടൈറ്റിൽ, അതും ഒരു പെയറായിട്ട് കാണുന്നു, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. പക്ഷേ ആ പെയറിനുള്ളിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു, വെൽക്കം പേജ് എന്നൊരു ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു. അവിടെ നിൽക്കട്ടെ, എന്താണെന്ന് ഞാൻ പറയാം. ഹെഡിന് ശേഷം കാണുന്നത് മറ്റൊരു ടാഗാണ് ബോഡി, അതിനും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടാഗുകളെല്ലാം തന്നെ പെയർസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ HTML ടാഗെല്ലാം എപ്പോഴും പെയറായിട്ടാണോ വരുന്നത്? അല്ല, നമ്മൾ പിന്നെ കാണാം. എന്തായാലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ടാഗുകളെല്ലാം പെയറാണ്. ആ ബോഡിക്കുള്ളിൽ നോക്കിയോളൂ, ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ്. ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച ആ വേർഡ് ഡോക്യുമെൻറ്റിലെ കോണ്ടൻറ്റ് തന്നെയാണ് ഇവിടെയും ബോഡിക്കകത്ത് കാണിച്ചിരിക്കുന്നത്. C++ പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, അതുപോലെ HTML പ്രോഗ്രാമിനും HTML ഡോക്യുമെൻസിനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? എവ്രിത്തിങ് ഈസ് റിട്ടൺ ബിറ്റ്വീൻ ഓപ്പണിംഗ് HTML ആൻഡ് ക്ലോസിംഗ് HTML. അപ്പോൾ HTML ടാഗിൻ്റെ ആ പെയറിനുള്ളിലായിരിക്കും HTML ഡോക്യുമെൻ്റ് റിസൈഡ് ചെയ്യുക. ഉറപ്പിക്കാമേ ഒരു പോയിൻ്റ്. രണ്ടാമത്, ഒരു ഹെഡ് സെക്ഷനും ഒരു ബോഡി സെക്ഷനും. ഒരു പെയർ ഓഫ് ഹെഡ് ടാഗ് ഉപയോഗിക്കുന്നു. ആ ടോട്ടാലിറ്റിയെ, ആ ഓപ്പണിംഗ് ടാഗ് ഹെഡും ക്ലോസിംഗ് ടാഗ് ഹെഡും അതിനുള്ളിൽ വരുന്ന എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയും ഹെഡ് സെക്ഷൻ. ഹെഡ് സെക്ഷനുള്ളിൽ ഒരു ടൈറ്റിൽ ടാഗ് ഉപയോഗിച്ചിരിക്കുന്നു. ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് ബ്രൗസറിൽ ഈ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പേജ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ വെബ് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ അല്ലെങ്കിൽ ടാബ് ഹെഡിൽ ഡിസ്പ്ലേഡ് ആവുന്ന ടെക്സ്റ്റാണ് ഈ വെൽക്കം പേജ്. ഇതിൻ്റെ പേജ് എടുത്ത് നമുക്ക് നോക്കാമെന്ന്. ഇതേ കണ്ടോളൂ, നമ്മളിപ്പോൾ തയ്യാറാക്കിയ HTML ഡോക്യുമെൻറ്റ് ഒരു വെബ് പേജായിട്ട് മാറുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫയൽ, ആ ഫയലിനെ മോസില്ല ഫയർഫോക്സ് എന്ന ബ്രൗസർ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്തപ്പോൾ എന്താണോ കണ്ടത് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നോക്കിയോളൂ, ആ സോഫ്റ്റ്വെയറിൻ്റെ ടൈറ്റിൽ ബാർ കണ്ടില്ലേ? വെൽക്കം പേജ് -മോസില്ല ഫയർഫോക്സ്. നമ്മളിപ്പോൾ ടൈറ്റിൽ എന്ന ടാഗിനുള്ളിൽ എന്ത് ടെക്സ്റ്റാണോ കൊടുത്തത് അതും കാണുന്നുണ്ട്, ഒപ്പം ബ്രൗസറിൻ്റെ പേരും കാണുന്നുണ്ട്. ഇതുകൂടാതെ ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, അതിൻ്റെ ഒരു ആക്ച്വലി സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡാണ്. സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ മതി.
നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ്. വെൽക്കം പേജ് എന്നൊരു ടാബും കാണുന്നുണ്ട്. ടാബിൻ്റെ ഹെഡിലും വെൽക്കം പേജ് എന്നാണ് കാണുന്നത്. അപ്പോൾ ടൈറ്റിൽ ടാഗിനുള്ളിൽ എന്താണോ കൊടുക്കുന്നത് ദാറ്റ് വിൽ ബി ഡിസ്പ്ലൈഡ് ഇൻ ദ ടൈറ്റിൽ ബാർ ഓഫ് ദി ബ്രൗസർ ഇൻ ദ ടാബ് ഓഫ് ദി വെബ് പേജ്. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി അതിൻ്റെ കോണ്ടൻറ്റ് ഏരിയ ഉണ്ടല്ലോ, ബ്രൗസറിൻ്റെ കോണ്ടൻറ്റ് ഏരിയ. അവിടെ എന്താ കാണുന്നത്? ഇത് കണ്ടില്ലേ, ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ്. അതായത് ബോഡി സെക്ഷനിൽ നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്തിരുന്നത്, ബോഡി സെക്ഷനുള്ളിൽ എന്ത് ടെക്സ്റ്റാണോ കൊടുത്തിരുന്നത് ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ദി കോണ്ടൻറ്റ് ഏരിയ ഓഫ് ദ ബ്രൗസർ. ഇതിൽ നിന്നും നമ്മൾ വീണ്ടും ഒരു കൺക്ലൂഷൻ എത്തുന്നു. ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ് എന്തായിരിക്കും? ടാഗുകളുണ്ട്. ആ ടാഗ് തന്നെ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന് കണ്ടെയ്നർ ടാഗ്സ് എന്നും പറയും, മറ്റൊന്ന് എംപ്റ്റി ടാഗ്സ് എന്നും പറയും. കണ്ടെയ്നർ ടാഗ്സ് നമ്മൾ നേരത്തെ കണ്ട പെയറായിട്ട് അപ്പിയർ ചെയ്യുന്നില്ലേ? HTML പെയറായിരുന്നു നേരത്തെ കണ്ട എല്ലാ ടാഗുകളും. HTML ഹെഡ്, ടൈറ്റിൽ, ബോഡി ഇതെല്ലാം പെയേഴ്സായിട്ടായിരുന്നു അപ്പിയർ ചെയ്തിരിക്കുന്നത്. സോ സച്ച് ടാഗ്സ്, സച്ച് പെയേഴ്സ് ഓഫ് ടാഗ്സ് ആർ നോൺ ആസ് കണ്ടെയ്നർ ടാഗ്സ്. കണ്ടെയ്നർ ടാഗ്സ്. അതേസമയം പെയറിംഗ് ഇല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ചില ടാഗുകളുണ്ട്. അതിനെ എംപ്റ്റി ടാഗ് എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഓപ്പണിംഗ് മാത്രമേ കാണുള്ളൂ. ആ സ്ലാഷ് ഉപയോഗിച്ചിട്ടുള്ള ക്ലോസിംഗ് ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. BR എന്നൊരു ടാഗ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെ നമ്മൾ പിന്നാലെ കാണും. ഒരു എക്സാമ്പിൾ മാത്രം കാണുന്നു. അപ്പോൾ /BR എന്നൊരു പ്രയോഗമില്ല, റൈറ്റ്? അപ്പോൾ ടാഗുകളുണ്ടാവും. ഒരു HTML ഡോക്യുമെൻറ്റിൽ കുറേയേറെ ടാഗുകളുണ്ടാവും. യൂഷ്വലി ദോസ് ടാഗ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കണ്ടെയ്നർ ടാഗ്സ് ആൻഡ് എംപ്റ്റി ടാഗ്സ്. പെയറായിട്ട് അപ്പിയർ ചെയ്യുന്നതിനെല്ലാം കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അപ്പിയർ ചെയ്യുന്നതിനെ എംപ്റ്റി ടാഗ്സ് എന്നും പറയുന്നു. പെയറായിട്ട് അപ്പിയർ ചെയ്യുമ്പോൾ ഒരു ഓപ്പണിങ്ങും ഒരു ക്ലോസിങ്ങും, അതാണ് പെയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്പണിംഗ് ടാഗിൽ നിന്നും ക്ലോസിംഗ് ടാഗിനുള്ള വ്യത്യാസം എന്തായിരിക്കും? ഒരു സ്ലാഷ് ഉണ്ടാവും. ക്ലോസിംഗ് ടാഗിലെ ഫസ്റ്റ് ക്യാരക്ടർ വിൽ ബി എ ഫോർവേഡ് സ്ലാഷ്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. പിന്നെന്താ ഉള്ളത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആട്രിബ്യൂട്ട്സ്. എങ്ങനെ പറയാം? Attributes are the parameters used with opening tag to give additional information. Container tagsന്റെ കേസിൽ ഓപ്പണിംഗ് ടാഗിനോടൊപ്പമായിരിക്കും ആട്രിബ്യൂട്ട്സ് അപ്പിയർ ചെയ്യുക. എംപ്റ്റി ടാഗിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, ഇൻഡിവിജ്വലായിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ടാഗിനോടൊപ്പം ആംഗിൾ ബ്രാക്കറ്റ്, ആ ഗ്രേറ്റർ ദാൻ സിമ്പിൾ അവസാനിക്കുന്നതിന് മുമ്പ് ടാഗിനോടൊപ്പം അപ്പിയർ ചെയ്യുന്ന ചില കീവേഡ്സിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ പാരാമീറ്റേഴ്സ് എന്ന് വിശേഷിപ്പിക്കാം. ആ ആട്രിബ്യൂട്ടിന്, ആ ടാഗിന് യൂഷ്വലി ഒരു പർപ്പസ് ഉണ്ടാവും. ബ്രൗസറിന് ഒരു പ്രത്യേക കമാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷനിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ, മോർ സ്പെസിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ആട്രിബ്യൂട്ട്സ്. ആ ആട്രിബ്യൂട്ട്സിന് പലപ്പോഴും വാല്യൂസ് കൊടുക്കേണ്ടി വരും. ആ വാല്യൂസിനനുസരിച്ചിട്ടായിരിക്കും ആ ആട്രിബ്യൂട്ടിൻ്റെ ബിഹേവിയർ നമ്മൾ കാണുക ബ്രൗസറിൽ. ചില എക്സാമ്പിൾസ് കാണുമ്പോഴത്തേനും കുറച്ചുകൂടി വ്യക്തത കിട്ടും. എങ്കിലും ഇപ്പോൾ തൽക്കാലം അറിഞ്ഞിരിക്കുക, ടാഗ്സ് ഉപയോഗിക്കും, ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കും. ആട്രിബ്യൂട്ടിന് വാല്യൂ കൊടുക്കാറുണ്ട്. കൊടുക്കുന്ന രീതി ഇങ്ങനെയാണ്. എങ്ങനെയാണ്? ആട്രിബ്യൂട്ട് ഈക്വൽസ് ഡബിൾ കോട്ട്സിനകത്ത് വാല്യൂ പറയാം, സിംഗിൾ കോട്ട്സിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ചില കേസിൽ കോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും വർക്ക് ചെയ്തോളും. ബ്രൗസർ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് പലപ്പോഴും. An HTML document consists of some HTML elements. എന്താ ഒരു HTML എലമെൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമില്ല, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാഗും അതിനുള്ളിൽ വരുന്നതെല്ലാം കൂടി ചേർത്ത് ഒരു എലമെൻ്റ് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ HTML ടാഗും അതിനുള്ളിലുള്ളതെല്ലാം കൂടി ചേർത്ത് പറയുന്നതിനെ HTML എലമെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ HTML എലമെൻറ്റിനുള്ളിൽ പിന്നെന്ത് കാണുന്നു? ഹെഡ് എലമെൻറ്റ്. അതൊരു എലമെൻ്റാണ്. ഹെഡും അതിനുള്ളിൽ വരുന്നതെല്ലാം കൂടി ചേർത്ത്. ഉള്ളിൽ എന്താ ഉള്ളത്? ടൈറ്റിൽ. ടൈറ്റിലിനുള്ളിലും എന്തൊക്കെയോ ഉണ്ടല്ലോ. അതുകൊണ്ട് ടൈറ്റിൽ ഈസ് ഓൾസോ ആൻ എലമെൻറ്റ്. ഹെഡ് എലമെൻ്റ് ഉണ്ട്, ടൈറ്റിൽ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഹെഡിനകത്ത് ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. തൽക്കാലം നമ്മൾ അത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ പിന്നീട് സ്ക്രിപ്റ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ ചില സ്ക്രിപ്റ്റ് കൂടി അതിനകത്ത് എഴുതും. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും ഒക്കെ. അത്തരം സ്ക്രിപ്റ്റ്സ് കൂടി നമ്മൾ ഹെഡ് സെക്ഷനിൽ എഴുതാറുണ്ട്. പിന്നെ ടൈറ്റിൽ ടാഗ്, അതെന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ എന്താണോ ഡിസ്പ്ലേഡ് ആവേണ്ടത് അത് ആ ടെക്സ്റ്റ് ടൈറ്റിൽ ടാഗിനുള്ളിൽ കൊടുക്കുക. അതുകൊണ്ട് അതിനെ ചേർത്ത് ആ ടൈറ്റിൽ ടാഗും അതിനുള്ളിലെ ടെക്സ്റ്റും കൂടി ചേർത്ത് പറയുന്നതാണ് ടൈറ്റിൽ എലമെൻറ്റ്. പിന്നെ വരുന്ന ഏതാ? ബോഡി സെക്ഷൻ. ബോഡി എന്ന ഓപ്പണിംഗ് ടാഗും അതിൻ്റെ ക്ലോസിംഗ് ടാഗും അതിനുള്ളിലാണല്ലോ ബാക്കി എല്ലാം വരുന്നത്. നമ്മുടെ വെബ് പേജിലെ കോണ്ടൻറ്റ് ഏരിയ, വെബ് പേജിലെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് അതെന്തൊക്കെ ആവണമെന്ന് തീരുമാനിക്കുന്നത് ബോഡി എലമെൻറ്റിനുള്ളിലാണ്. ബോഡി എലമെൻ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് ബ്രൗസറിൻ്റെ കോണ്ടൻറ്റ് ഏരിയയിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. ഏത് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ചില ടാഗുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്ന് HTML ടാഗ് തന്നെയാണ്. എന്തിനാണത്? ടു സ്റ്റാർട്ട് ആൻ HTML പേജ്,
ഒരു HTML പേജ്, ഒരു വെബ് പേജ് തുടങ്ങണമെങ്കിൽ HTML ടാഗ് നിർബന്ധമാണ്. അവസാനിപ്പിക്കേണ്ടിടത്തും അതിൻ്റെ കറസ്പോണ്ടിങ് പെയർ കൊടുക്കുന്നു. ഈ HTML ടാഗിനോടൊപ്പം ചില ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. അത്ര കോമൺ ഒന്നുമല്ല, എങ്കിലും ഉപയോഗിക്കാറുള്ള 2 ആട്രിബ്യൂട്ട്സ് dir എന്നും ലാങ് എന്നുമാണ്. dir എന്നൊരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കും, മറ്റൊരു ആട്രിബ്യൂട്ട് ലാങ് എന്നാണ്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, ഈ ടാഗുകളും ആട്രിബ്യൂട്ടുകളും നമ്മളിവിടെ കാണുന്ന എക്സാമ്പിൾസിലും അതോടൊപ്പം തന്നെ നേരത്തെ കണ്ട ആ സാമ്പിൾ പേജിലുമൊക്കെ ടാഗുകളെ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരുന്നത്. അങ്ങനെ വേണോ? നിർബന്ധമൊന്നുമില്ല കേട്ടോ. കേസ് സെൻസിറ്റീവ് അല്ല HTML ലാംഗ്വേജ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പർ കേസ് ഉപയോഗിച്ചും എഴുതാം, ലോവർ കേസ് ഉപയോഗിച്ചും എഴുതാം. ഇതിൻ്റെ ഒരു മിക്സിംഗ് ആയാലും ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു, ബ്രൗസർ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ടാഗുകൾ നിങ്ങൾക്ക് ഏത് കേസിൽ വേണമെങ്കിലും എഴുതാം. ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെയാണ്. അത് രണ്ടുമാണല്ലോ നമ്മുടേതല്ലാത്ത വാക്കുകൾ. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ് ആ പേജിലുണ്ടാവുക, ആ ഡോക്യുമെൻറ്റിലുണ്ടാവുക. ഈ ടാഗുകളും ആട്രിബ്യൂട്ട്സുമാണ് HTMLൻ്റെ സ്വന്തം വാക്കുകൾ. അത് കേസ് സെൻസിറ്റീവ് അല്ല, ഇഷ്ടമുള്ള കേസ് ഉപയോഗിച്ച് എഴുതാം. സ്റ്റിൽ നമ്മുടെ പ്രോഗ്രാംസിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലുമൊക്കെ ഒരു കൺവെൻഷൻ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അത് വേറൊന്നിനും വേണ്ടിയല്ല, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. HTML ടാഗുകളെല്ലാം ഫുൾ അപ്പർ കേസിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന കോഡുകളിലും അങ്ങനെ തന്നെയായിരിക്കും, ടെക്സ്റ്റ് ബുക്കിലും അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, അത് ടാഗാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് എല്ലാം എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ലെറ്റർ അപ്പർ കേസ്, ആ നിലയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാബ് ചെയ്യുമ്പോൾ, പ്രാക്ടിക്കൽ ചെയ്യുകയാണെങ്കിൽ ഈ ടാഗുകൾ, പ്രത്യേകിച്ചും ജീനി എഡിറ്റർ ഉപയോഗിച്ച് ചെയ്താൽ ഈ ടാഗുകൾ കൊടുക്കുമ്പോൾ അത് ഒരു പ്രത്യേക കളറിൽ വരും. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴും, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുമ്പോഴത്തേനും ഏത് കേസ് വേണോ ഉപയോഗിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഈ ഒരു ശീലം ഫോളോ ചെയ്യുന്നത് നല്ലതാണ്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് പ്രസൻറ്റിംഗ് ടാഗ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചൊന്ന് ഇടയ്ക്ക് സൂചിപ്പിക്കേണ്ടി വന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്നു. HTMLൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു, dir എന്നും ലാങ് എന്നും. അപ്പോൾ HTML എന്നെഴുതിയിട്ട് ക്ലോസിങ് ആംഗിൾ ബ്രാക്കറ്റ്സ്, ആ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുന്നതിന് മുമ്പ് dir എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് വായിക്കുന്ന ഒരു ശൈലി, ഡിറക്ഷൻ ഓഫ് റീഡിങ്, അതാണ് dir എന്ന ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോർമലി നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ്, ഒരു ഡോക്യുമെൻ്റ് വായിക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണല്ലോ പോകുന്നത്, അല്ലേ? എന്നാൽ ചില ലാംഗ്വേജസിൽ റൈറ്റ് ടു ലെഫ്റ്റ് വേണ്ടി വരും, അല്ലേ? അറബിക് അങ്ങനെയാണെന്ന് തോന്നുന്നു, അതുപോലെ ചൈനീസ്. ചില ലാംഗ്വേജസ് റൈറ്റ് ടു ലെഫ്റ്റാണ് നമുക്ക് വായിക്കേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ dir ഈക്വൽസ് ഡബിൾ കോട്ട്സിലോ സിംഗിൾ കോട്ട്സിലോ പറയാം RTL, റൈറ്റ് ടു ലെഫ്റ്റ്, അങ്ങനെ പറയേണ്ടി വരും. മറ്റൊരു വാല്യൂ കൂടി കൊടുക്കാറുണ്ട്, LTR, ലെഫ്റ്റ് ടു റൈറ്റ്. പ്രത്യേകിച്ച് വാല്യൂസും കൊടുക്കുന്നില്ല, dir എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെ അലൈൻ ചെയ്തോളും. നമ്മുടെ വെബ് പേജിലെ കോണ്ടൻറ്റ്, ടെക്സ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യുന്ന നിലയിൽ തന്നെ അത് ക്രമീകരിച്ചു കൊള്ളും ബ്രൗസർ. അതിനൊരു മാറ്റം വേണമെങ്കിലാണ് എന്തുപയോഗിക്കേണ്ടത്? dir എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കണം. വാല്യൂ ആയിട്ട് RTL ഒരു വാക്കാണ്, RTL എന്ന് ഡബിൾ കോട്ട്സിനകത്തോ സിംഗിൾ കോട്ട്സിനകത്തോ കൊടുത്താൽ മതിയാവും. അതാണ് dir എന്ന ആട്രിബ്യൂട്ടിനെ കുറിച്ച്. രണ്ടാമതൊരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കാറുള്ളത് ലാങ്. ഇപ്പോൾ മറ്റേതെങ്കിലും ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ലാങ് ഈക്വൽസ് കോട്ട്സിനകത്ത് ആ ലാംഗ്വേജിൻ്റെ 2 അക്ഷരങ്ങൾ, അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഹിന്ദി വേണം, HI. ഓക്കെ, ഒരു ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസും EN കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ്, AR അറബിക്. അപ്പോൾ കുറേയേറെ ലാംഗ്വേജസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആ ലാംഗ്വേജിനെ സൂചിപ്പിക്കുന്ന ചില അക്ഷരങ്ങൾ നമുക്കുണ്ട്, പ്രീ ഡിഫൈൻഡ് ലെറ്റേഴ്സ് തന്നെയാണ്. അതുപയോഗിച്ചുകൊണ്ട് ആ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്താണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന HTML ഡോക്യുമെൻറ്റുകളിലൊന്നും ഈ 2 ആട്രിബ്യൂട്ട്സ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. കാരണം വി ഫോളോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീഡിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, മറ്റൊരു ടാഗാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഹെഡ്. എന്തിനാന്ന് പറഞ്ഞു? ഒരു HTML പേജിൻ്റെ ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെഡ് സെക്ഷനിൽ എന്തൊക്കെ വേണം? ടൈറ്റിൽ ടാഗ്. അപ്പോൾ ടൈറ്റിൽ ടാഗ് കൊണ്ടുവരണമെങ്കിൽ ഹെഡിനകത്തേ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഹെഡ് സെക്ഷൻ അതിനുവേണ്ടി ഉപയോഗിക്കണം. ചില സ്ക്രിപ്റ്റ്സ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഹെഡിനുള്ളിൽ കൊണ്ടുവരാം. അപ്പോൾ വെബ് പേജിൻ്റെ ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാനായിട്ടാണ് ഹെഡ് ടാഗ് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നും അങ്ങനെ ഇല്ല. അടുത്തതോ ടൈറ്റിൽ ടാഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ എന്ത് ടെക്സ്റ്റാണോ ഡിസ്പ്ലേഡ് ആവേണ്ടത് അത് കൊടുക്കാനുള്ള സ്ഥലമാണ് ടൈറ്റിൽ ടാഗ്. പിന്നെന്താ? ബോഡി ടാഗ്. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബോഡി ടാഗിലാണ്.
ബോഡി സെക്ഷൻ ഓഫ് ദ വെബ് പേജ്. ആ ബ്രൗസറിൻ്റെ കോണ്ടൻറ്റ് ഏരിയയിൽ എന്താണോ ഡിസ്പ്ലേഡ് ആകേണ്ടത് എന്ന് പറയുന്നത് ഈ സെക്ഷനുള്ളിലാണ്. ഇതിന് കുറേയേറെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഏതൊക്കെയുള്ളത്? പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ആട്രിബ്യൂട്ടുണ്ട്, BG കളർ, ടെക്സ്റ്റ്, ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട് അതെന്തിനു വേണ്ടിയാണെന്ന് അറിയോ? നമ്മുടെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് ഡിസ്പ്ലേഡ് ആകണമെങ്കിൽ, ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ബ്രൗസറിൻ്റെ കോണ്ടൻറ്റ് ഏരിയയിൽ വരണമെങ്കിൽ ഉപയോഗിക്കേണ്ടതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ട്. അതിന് വാല്യൂ ആയിട്ട് എന്താ പറയണ്ടേ? ബാക്ക്ഗ്രൗണ്ട് ഈക്വൽസ് ആ ഇമേജിൻ്റെ ഫയൽ നെയിമാണ് കൊടുക്കുന്നത്. ഇമേജിൻ്റെ ഫയൽ നെയിം കൊടുക്കണം. അത് വേറെ ഏതെങ്കിലും ഫോൾഡറിലാണെങ്കിൽ ഫുൾ പാത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഫയൽ നെയിം സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. BG കളർ അത് ഉപയോഗിക്കുന്നത് ഇമേജിന് പകരം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രത്യേക കളർ വരണം. ബ്രൗസറിൻ്റെ കോണ്ടൻറ്റ് ഏരിയയുടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ കാണുന്ന വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ ഉപയോഗിക്കണമെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു ആട്രിബ്യൂട്ടാണ് BG കളർ. BG കളർ ഈക്വൽസ് കോഡ്സിനകത്ത് കളറിൻ്റെ പേര് പറയാം, ബ്ലൂ, ഗ്രീൻ, സാൻ, അങ്ങനെ കളർ നെയിം പറയാം. അതുമല്ലെങ്കിൽ കളർ കോഡുണ്ട്, ഒരു ഹെക്സാ നമ്പർ ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ #FF0000 RGB ഫോർമാറ്റാണേ, റെഡ്, ഗ്രീൻ, ബ്ലൂ. അതുപയോഗിച്ച് കളേഴ്സ് മിക്സ് ചെയ്യുന്ന ഒരു ശൈലിയാണ്. ഹാഷ് എന്ന സിമ്പിൾ വേണം. അതേ തുടർന്ന് 6 ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, #FF0000 ഈ ഒരു ഹെക്സാ നമ്പറാണ്, കളർ കോഡാണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ റെഡ്. റെഡ് എന്ന് എഴുതുന്നതിന് പകരം ഈ കളർ കോഡ് കൊടുക്കാം. അപ്പോൾ ഈ കളർ കോഡിൽ വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ്. അതാണ് BG കളറിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത്. ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് വെബ് പേജിലെ ടെക്സ്റ്റിന് എന്ത് കളർ വേണം? നേരത്തെ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിലെ കളറാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്പ്ലേഡ് ആവുന്ന ടെക്സ്റ്റിൻ്റെ കളർ എന്ത് വേണം എന്ന് നിശ്ചയിക്കാനാണ് ടെക്സ്റ്റ് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. അവിടെയും ടെക്സ്റ്റ് ഈക്വൽസ് കളർ നെയിം പറയാം, അല്ലെങ്കിൽ കളർ കോഡ് പറയാം. മറ്റൊന്ന് ലിങ്ക്, എ ലിങ്ക്, വി ലിങ്ക്, ഹൈപ്പർ ലിങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ആട്രിബ്യൂട്ട്സ് ആണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചില ടെക്സ്റ്റിൽ മൗസ് പോയിൻ്റർ വയ്ക്കുമ്പോൾ അതൊരു ലിങ്കിനെ സൂചിപ്പിക്കുന്നതായിരിക്കും. അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേതോ പേജ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞല്ലോ. ആ ലിങ്കിനൊരു കളറുണ്ട്. ആ ലിങ്കിനൊരു പ്രത്യേക കളർ കൊടുക്കാം. മൗസ് പോയിൻ്റർ വയ്ക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും, അങ്ങനെ മനസ്സിലാക്കാം. അതുകൂടാതെ തന്നെ ആ ലിങ്കിന് വേണ്ടി, ലിങ്കിനെ സൂചിപ്പിക്കുന്ന ടെക്സ്റ്റിൽ ഒരു പ്രത്യേക കളർ കൊടുക്കാം. അതെന്ത് വേണമെന്നാണ് ലിങ്ക് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് പറയാവുന്നത്. അപ്പോൾ എ ലിങ്കോ ആക്റ്റീവ് ലിങ്കിൻ്റെ കളർ എന്ന് പറയും. എന്ന് വെച്ചാൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കളർ മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിങ്കിന് വേണ്ടി കൊടുത്തിരുന്ന കളർ യെല്ലോ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വെബ് പേജ് ഓപ്പൺ ചെയ്യുന്നു, യെല്ലോ കളറിൽ കാണുന്നതൊക്കെ എന്തായിരിക്കും? ഒരു പക്ഷേ ലിങ്ക് ആയിരിക്കാം. മറ്റൊരിടത്തും യെല്ലോ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ലിങ്ക്. ആ ഭാഗത്ത് മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ യെല്ലോയിൽ നിന്ന് മാറിയെങ്കിൽ അത് എങ്ങനെയായിരിക്കും മാറിയത്? എ ലിങ്ക് ആയിട്ട് മറ്റേതോ കളർ കൊടുത്തിരുന്നു. എ ലിങ്ക് ഈക്വൽസ് ബ്ലൂ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ യെല്ലോ ആയിരുന്നിടത്ത് വെച്ച് ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ബ്ലൂ ആയിട്ട് മാറി. ദാറ്റ് മീൻസ് എ ലിങ്ക് എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ബ്ലൂ ആയിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ വേറെ ഏതോ പേജിൽ പോയല്ലോ. ആ പേജിൽ പോയിട്ട് തിരിച്ച് നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജിൽ തന്നെ എത്തി. അപ്പോഴത്തേനും കാണുന്നു വേറൊരു കളറാണ്. യെല്ലോ ആയിരുന്നു, അത് ബ്ലൂവിലേക്ക് മാറി. ആ പേജിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ബ്ലൂ കളർ മാറി വേറൊന്ന് എത്തിയിരിക്കുന്നു. ഇതെങ്ങനെ വന്നു? വി ലിങ്ക്, വിസിറ്റഡ് ലിങ്ക്. ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് വിസിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ലിങ്കിൻ്റെ കളർ വീണ്ടും മാറ്റാം. അങ്ങനെ ഒരു ലിങ്കിന് 3 കളേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിഫോൾട്ട്, ഒരു ബേസിക് കളർ, അതായത് ആ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് കളറിൽ വിസിബിൾ ആക്കണം അത് ലിങ്കിൽ കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് കളറിലേക്ക് മാറണം അത് എ ലിങ്ക് ഉപയോഗിച്ച് പറയാം. വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കളർ, നമ്മൾ ആ ലിങ്ക് ഓൾറെഡി പോയിട്ട് വന്നതാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതിങ്ങനെ ഒരു ചേഞ്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വി ലിങ്ക് എന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. ക്ലിയർ? മറ്റ് 2 ആട്രിബ്യൂട്ട്സാണ് ലെഫ്റ്റ് മാർജിനും ടോപ്പ് മാർജിനും. സാധാരണ ഒരു ബ്രൗസർ വിൻഡോയുടെ അതിനൊരു ബോർഡർ ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് മാർജിൻ എന്നുള്ളത് ആ ലെഫ്റ്റ് ബോർഡറിനോട് ചേർന്ന് തന്നെയായിരിക്കും ടെക്സ്റ്റ് വരിക. അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് ഈ ബ്രൗസറിൻ്റെ റൈറ്റ് ബോർഡർ, ബ്രൗസർ വിൻഡോയുടെ ആ റൈറ്റ് സൈഡ് ബോർഡറിൽ എവിടം വരെ സ്ഥലമുണ്ടോ അത്രയും ഭാഗത്ത് ഇതിങ്ങനെ സ്പാൻ ചെയ്ത് കിടക്കും. ലാസ്റ്റ് വേർഡ് ഉണ്ടെങ്കിൽ റാപ്പപ്പ് ചെയ്ത് അടുത്ത ലൈനിലേക്ക് കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പോൾ യൂഷ്വലി ലെഫ്റ്റ് ചേർന്ന് കിടക്കും, റൈറ്റിൽ ഒരു വേർഡ് നിൽക്കാനുള്ള സ്ഥലമില്ലെങ്കിൽ ബാക്കി ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഇനി ഒരു യൂണിഫോമിറ്റി കാണണമെന്നില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലെങ്ത് ഓഫ് ഈച്ച് ലൈൻ. അങ്ങനെ വിചാരിച്ചോളൂ. ലെഫ്റ്റ് മാത്രം എപ്പോഴും കറക്റ്റ് അലൈൻഡ് ആയിട്ടിരിക്കും. ഇത് ലെഫ്റ്റ് ബോർഡറിൽ നിന്ന് ഒരല്പം മാറിയാണ് നമുക്ക് ടെക്സ്റ്റ് ഡിസ്പ്ലേഡ് ആകേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ അതിലെ കോണ്ടൻറ്റ് ഡിസ്പ്ലേഡ് ആകേണ്ടതെങ്കിൽ ആ ലെഫ്റ്റ് മാർജിൻ കൂട്ടി കൊടുക്കണം. അതുപോലെ ടോപ്പിൽ
കോണ്ടൻറ്റ് ഏരിയയുടെ ബ്രൗസറിൻ്റെ കോണ്ടൻറ്റ് ഏരിയയുടെ ടോപ്പ് ബോർഡർ ഉണ്ടല്ലോ അതിനോട് ചേർന്നായിരിക്കും ടെക്സ്റ്റ് കാണുക അല്ലെങ്കിൽ ആ വെബ് പേജിലെ കോണ്ടൻറ്റ് കാണുക. അപ്പോൾ ഈ ടോപ്പ് ബോർഡറിൽ നിന്നും എന്തുമാത്രം സ്പേസ് വിട്ടിട്ടാണ് കോണ്ടൻറ്റ് ഡിസ്പ്ലേഡ് ആക്കേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ടോപ്പ് മാർജിൻ. ക്ലിയർ? ഇതുപയോഗിച്ചിട്ടുള്ളൊരു കോഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതാ ശ്രദ്ധിച്ചോളൂ. വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല. ബോഡി എന്ന ടാഗിനോടൊപ്പം ബാക്ക്ഗ്രൗണ്ട് എന്ന ആട്രിബ്യൂട്ടിൽ ഒരു ഇമേജാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, ഞാനത് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഇമേജിൻ്റെ ഫയൽ നെയിം വളരെ ലെങ്തി ആയിട്ട് കൊടുക്കാൻ കാര്യം എൻ്റെ സിസ്റ്റത്തിനകത്ത് അത് വേറൊരു ഫോൾഡറിലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫുൾ പാത്ത് സഹിതം കൊടുത്താണ്. ആക്ച്വലി ഫയലിൻ്റെ പേര് web.jpeg, ഒരു JPEG ഫയലാണ്. വെബ് എന്നാണ് ഞാൻ പേര് കൊടുത്തത്. ഇങ്ങനെ ഒരു HTML ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ എങ്ങനെ കാണും? ഇതാ നോക്കിക്കോളൂ. ഇതാണ് സംഭവം. കണ്ടില്ലേ? ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ഇമേജ് കാണുന്നുണ്ട്. ബ്രൗസറിൻ്റെ കോണ്ടൻറ്റ് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇമേജ് കാണുന്നുണ്ട്. ആ ഇമേജിലാണ് എന്ത് ടെക്സ്റ്റ്? ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജ്. ഇവിടെ അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. ആ വെബ് പേജിൻ്റെ ടൈറ്റിൽ നമ്മൾ ടൈറ്റിൽ ബാറിൽ ഉപയോഗിച്ച വെൽക്കം പേജ് എന്നുള്ളത് ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ടാബിൻ്റെ ഹെഡറിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും അതേ പേജ് തന്നെ ഞാൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് കാണിക്കുന്നു. ഇത്തവണ ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് BG കളറാണ് യൂസ് ചെയ്തത്. BG കളർ യൂസ് ചെയ്തു. അവിടെ ഒരു കളർ നെയിം കൊടുത്തു സ്യാൻ. ടെക്സ്റ്റിൻ്റെ കളറിന് ഞാൻ കളർ കോഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഹാഷ് സിമ്പിൾ ഇല്ല എങ്കിലും വർക്ക് ചെയ്തോളും കേട്ടോ. ഇതെല്ലാം നമ്മൾ ആക്ച്വലി ഈ നിങ്ങളിപ്പോൾ കാണുന്ന കോഡെല്ലാം ആക്ച്വലി ജീനിയിൽ ചെയ്ത കോഡും അതിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടുമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരുപക്ഷെ ലൈവായിട്ട് ഇത് കാണിച്ചു തരാൻ സാധിക്കുമായിരുന്നു. ടൈം കൺസ്യൂം ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ ഈ ടോപ്പിക്ക് നിങ്ങളിലേക്ക് ട്രാൻസാക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വീട്ടിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈലിൽ അതിനുള്ള ആപ്പ് അവൈലബിൾ ആണ്. അതുപയോഗിച്ച് ഈ കോഡുകൾ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കാണണം. BG കളറും ടെക്സ്റ്റും ടോപ്പ് മാർജിൻ ലെഫ്റ്റ് മാർജിൻ ഇത് ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇതേ കണ്ടില്ലേ? ഇപ്പോൾ കണ്ടോ? ആ ഹലോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് വെബ് പേജസ് എന്നുള്ളത് മുകളിൽ നിന്ന് അല്പം മാറി നിൽക്കണേ. ഇതിപ്പോൾ അല്പം സൈസ് കൂടുതലായിട്ട് കാണുന്നത് അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആ പേജിനെ സൂം ചെയ്ത് കാണിക്കുകയാണ്. അതുകൊണ്ടാണ്. ദേ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും 170%ലാണ് ആ വെബ് പേജിലെ കോണ്ടൻറ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് സൈസ് വലുതായത്. അല്ലാതെ നോർമലി ഇത് കുഞ്ഞു ടെക്സ്റ്റാണ്. നമ്മൾ ടെക്സ്റ്റിൻ്റെ സൈസ് വലുതാക്കാനുള്ള ടാഗുകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ആകെ ഉപയോഗിച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ സെറ്റ് ചെയ്യാൻ പറഞ്ഞു, ടോപ്പ് മാർജിൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞു, ലെഫ്റ്റ് മാർജിൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒപ്പം ടെക്സ്റ്റിൻ്റെ കളർ മാറ്റി. ടെക്സ്റ്റിൻ്റെ കളർ കണ്ടില്ലേ? റെഡായിട്ടാണ് നിങ്ങൾ കാണുന്നത്. സ്യാൻ എന്ന ബാക്ക്ഗ്രൗണ്ട്. ദേ ഇപ്പോൾ നോക്കിക്കോളൂ. ഇതാണ് ടോപ്പ് മാർജിൻ. നമ്മൾ 50 പിക്സൽസ് വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ സൂചിപ്പിക്കുന്നത് നമ്പർ ഓഫ് പിക്സൽസ്. അതുപോലെ ലെഫ്റ്റ് മാർജിൻ ഇതേ കണ്ടില്ലേ? 30 പിക്സൽസിലാണ് അത് സെറ്റ് ചെയ്തിരുന്നത്. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ വെബ് പേജ് ശരിക്കും പറഞ്ഞാൽ 2 വെബ് പേജസ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഒന്നിൽ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ടും മറ്റൊന്ന് കളർ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്തുകൊണ്ടുമുള്ള ഒരു പേജ് ഡിസൈൻ ചെയ്തു. ഇനിയും കൂടുതൽ വർണ്ണാഭമായ വെബ് പേജുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ. അതിനു മുമ്പ് ഒരു ചെറിയ പണി നമ്മൾ ഇന്ന് തൊട്ട് ചെയ്തു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേനും ആ വർക്ക് ഇങ്ങനെ എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ പണി അവിടെ ബ്ലോക്കാക്കി ഇടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെയ്ത് തീർക്കുക. അതിങ്ങനെ അപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വേറൊന്നുമല്ല, ഒരു ടേബിൾ തയ്യാറാക്കുന്നു. ആ ടേബിളിൻ്റെ ലെങ്ത് നമ്പർ ഓഫ് റോസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഓരോ ക്ലാസ് കഴിയുമ്പോഴും. ഇപ്പോൾ ചെയ്യേണ്ടത് അതിന് 3 കോളങ്ങളാണ് വേണ്ടത്. ഒന്ന് ഇത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ടാഗ് നെയിം ആൻഡ് പർപ്പസ്, ടാഗും അതിൻ്റെ യൂസും. രണ്ടാമത്തെ കോളം ഹെഡിങ് ആട്രിബ്യൂട്ട്സ്. മൂന്നാമത്തെ കോളം പർപ്പസ്. ഓക്കെ, എന്നിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കുന്നു. HTMLൻ്റെ യൂസ് അവിടെ കാണിക്കുന്നുണ്ട്. ടു സ്റ്റാർട്ട് ആൻ HTML ഡോക്യുമെൻറ്റ് 2 ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെ ഉപയോഗവും ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ടാഗുകളും എന്തൊക്കെ ആട്രിബ്യൂട്ട്സുമാണോ ഡിസ്കസ് ചെയ്ത് അതുപയോഗിച്ചുകൊണ്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.